എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പയർ തോരൻ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സാധാരണ പയർ വേവിച്ച് വെള്ളം നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പയർ വേവിച്ച വെള്ളം കൊണ്ട് നമുക്കൊരു നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം. അതോടൊപ്പം പയർ തോരൻ നമുക്ക് എങ്ങനെ വെക്കാം എന്നുള്ളതും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ പയർ തോരൻ പ്ലസ് പയർ വേവിച്ച വെള്ളം കറി. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറാണ് യൂസ് ചെയ്തത്. അതാണ് നമുക്ക് വേവിക്കാനും ഏറ്റവും എളുപ്പം. ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചിരുന്നു. നന്നായി കഴുകി തന്നെയാണ് ഞാനത് കുതിർക്കാൻ വെച്ചിരുന്നത്. അപ്പോൾ ആ വെള്ളവും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ കുക്ക് ചെയ്യാൻ. നമ്മൾ വെള്ളം കൊണ്ട് കറി ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം തന്നെ വെള്ളം ഒഴിച്ച് തന്നെ നമുക്ക് വേവിക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 2-3 വിസിൽ അടിക്കുന്നിടം വരെ വേവിച്ചിട്ട് മാറ്റി വെക്കാം. പയർ തോരനിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3-4 പീസ് വെളുത്തുള്ളി വേണം, അത് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നീട് കുറച്ച് കറിവേപ്പില, അതോടൊപ്പം തന്നെ 2 പച്ചമുളക് കീറിയത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും നമുക്കിതിനേക്ക് വേണം. അതിലായിട്ടൊന്ന് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിവിടെ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ഒത്തിരി അരഞ്ഞു പോകാത്ത ഏകദേശം ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക. പയർ വേവിച്ച വെള്ളം കൊണ്ടുള്ള കറിയിലേക്ക് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചെറുതായിട്ട് അരിഞ്ഞ 2-3 പീസ് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, അതോടൊപ്പം തന്നെ പിരിയമുളക് ഒരു 2-3 പീസ് മുറിച്ചിട്ടത് നമുക്കിതിലേക്ക് വേണം. പയർ തോരൻ ഒത്തിരി കുഴഞ്ഞു പോകാതിരിക്കാൻ തന്നെ കറക്റ്റ് വേവിൽ തന്നെ അതെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിതിൻ്റെ വെള്ളം ഇവിടെ കളയുന്നില്ല. ഇവിടെ ഞാനിത് അരിച്ച് മാറ്റി എടുക്കുകയാണ്. പയർ വേറെ ആയിട്ട് മാറ്റിയെടുത്തിട്ട് വെള്ളം നമുക്ക് കറിയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. പയർ തോരന് വേണ്ടി ആദ്യം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച കൂട്ടുകളെല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം തോർന്ന് മാറ്റി വെച്ച വേവിച്ച പയർ നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി ചെറുപയർ തോരൻ റെഡിയാക്കാം. അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി പയർ തോരൻ റെഡിയാക്കാം. പയർ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് കറി എങ്ങനെ വെക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്ന ഉള്ളി ചേർക്കാം. പിന്നീടുള്ള കറിവേപ്പിലയും അതോടൊപ്പം തന്നെ പിരിയമുളകും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്തതിന് ശേഷം നമുക്കിതിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും ചേർക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒരു പച്ചമണം മാറാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം നമുക്ക് മാറ്റി വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കറി റെഡിയാക്കാം. പുളിവെള്ളം പിഴിഞ്ഞത് നമുക്ക് കറിയിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അത് കുറച്ച് നല്ല രീതിയിൽ പുളിവെള്ളം എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇനി ഒരു 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. കായപ്പൊടി ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ കറി യൂസ് ചെയ്യാം. അപ്പോൾ ഇനി പയർ വേവിച്ച വെള്ളം ആരും കളയേണ്ടതില്ല. ഇതേപോലെ കറിയാക്കാം. ചെറുപയർ തോരനും അതോടൊപ്പം തന്നെ ചെറുപയർ വെള്ളം കൊണ്ടുള്ള കറിയും ഇതാ റെഡി ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. സ്റ്റേ സേഫ്. ബൈ.